10 പൈസ ചിലവില്ലാതെ ന്യൂസിലാൻഡിൽ പഠിക്കണം. ന്യൂസിലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്കോളർഷിപ്പ് എന്നാണ് മനാക്കി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടി ന്യൂസിലാൻഡ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെയാണ് ന്യൂസിലാൻഡ് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്നത് ഈ സ്കോളർഷിപ്പ് മുഖാന്തരം. ഇതിൽ അപ്ലൈ ചെയ്യുന്നത് സൗജന്യമാണ്. സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബെനിഫിറ്റുള്ള സ്കോളർഷിപ്പാണ്. അപ്പം ഇതിന് ഫുൾ കവറേജാണ്, ട്യൂഷൻ ഫീ കവറേജാണ്, അതിനകത്ത് പഠിത്തമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചിലവും കവേർഡാണ്. പിന്നെ ഒരു വീക്കിലി സ്റ്റൈഫൻഡ് ഒരു $530 ന്യൂസിലാൻഡ് ഡോളർ കിട്ടും. അതായത് ഏകദേശം 30,000 രൂപ ഇന്ത്യൻ മണി എല്ലാ ആഴ്ചയിലും കിട്ടും, ഫൈനാൻഷ്യൽ സപ്പോർട്ടിനും ഡെയിലി ലിവിങ്ങിനുമായിട്ട്. പിന്നെ എസ്റ്റാബ്ലിഷ് എലമെൻറ്റ്സ് പറഞ്ഞിട്ട് ഒരു $3,000 ന്യൂസിലാൻഡ് ഡോളർ കിട്ടും. അത് ന്യൂസിലാൻഡ് വരുമ്പോൾ സെറ്റപ്പ് ആകാനും അവിടുത്തെ അക്കോമഡേഷൻ കവർ ചെയ്യാനും ടെക്സ്റ്റ് ബുക്കിനും സ്റ്റഡി മെറ്റീരിയലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, ന്യൂസിലാൻഡിൽ താമസിക്കുന്ന എത്രയും കാലം, പഠിക്കുന്ന എത്രയും കാലം മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും. പിന്നെ എക്സ്ട്രാ ട്യൂഷൻ എടുക്കാനായിട്ട് $1,000 ന്യൂസിലാൻഡ് ഡോളർ അടുത്ത് കിട്ടും. $1,000 ന്യൂസിലാൻഡ് ഡോളർ വരെ ട്യൂഷന് വേണ്ടിയിട്ട് കിട്ടും. നമുക്ക് ട്യൂഷൻ മാത്രം പഠിക്കാനായിട്ട് ഏകദേശം 50,000 രൂപ ട്യൂഷന് വേണ്ടി മാത്രമായിട്ട് $1,000 കിട്ടും. പിന്നെ ട്രാവൽ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളുടെ കൺട്രിയിലേക്ക് പോകാനും വരാനുമുള്ള ടിക്കറ്റ് ഉണ്ടാവും. അതിനൊക്കെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഉണ്ടാവും, പക്ഷേ എന്തായാലും ടിക്കറ്റൊക്കെ ഇവർ തന്നെ എടുക്കും. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടാകും. ഹോം വിസിറ്റ് പോകാനും വരാനുള്ള സ്ഥിതി ഉണ്ടാകും. പിന്നെ റീഇൻറ്റഗ്രേഷൻ അലവൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കൺട്രിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ സെറ്റിലാകാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുമായിട്ട് ഒരു $1,000 ന്യൂസിലാൻഡ് ഡോളർ കിട്ടും. ഒരു 50,000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതൊരു പൈസ സംബന്ധമായി മാത്രം സ്കോളർഷിപ്പ് അല്ല, നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് കൺട്രീസിൽ നിങ്ങളുടെ കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ന്യൂസിലാൻഡ് ഭാഗത്തൊരു ഗ്ലോബൽ എയ്ഡ് എന്ന രീതിയിലാണ് ഈ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സിമ്പിളാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 40 വയസ്സല്ല ടോപ്പ്, അതിന് മേളിലുള്ള അപ്ലൈ ചെയ്യാം. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. IELTS വേണം, മിനിമം 6, ഓവറോൾ സ്കോർ 6 വേണം. പിന്നെ നമ്മുടെ 2 വർഷമായിട്ട് നിങ്ങൾ ആ കൺട്രിയിൽ താമസിക്കണം, അതായത് എലിജിബിൾ ആയിട്ടുള്ള കൺട്രീസ് താമസിക്കണം. ഞാൻ ലിസ്റ്റ് ലിങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് അക്കാദമിക് റിക്വയർമെൻറ്റ് എല്ലാം വെബ്സൈറ്റിലുണ്ട് ക്ലിയർ ആയിട്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോർഡ് അടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ വെബ്സൈറ്റിലേക്ക് പോവുക, നല്ലോണം വായിക്കുക. വളരെ സിമ്പിളാണ് ഇത്. ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടാവും, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ എന്തിന് ചില കൺട്രീസിന് IELTS പഠിക്കാൻ വരെ ഈ സ്കോളർഷിപ്പിൻ്റെ പാർട്ടായിട്ട് നിങ്ങളെ സെലക്ട് ആയി കഴിഞ്ഞാൽ IELTSൻ്റെ ട്രെയിനിങ്ങിനും അതിൻ്റെ എക്സാമിനും കൂടെ ഉള്ള ഫണ്ട് വരെ ഈ സ്കോളർഷിപ്പ് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. 10 പൈസ കൊടുക്കാതെ ന്യൂസിലാൻഡിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഫെബ്രുവരി 28-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ. അതിനു മുമ്പ് അപ്ലൈ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു. ബൈ.